ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ തന്നെ പ്രിവ്യൂലാണ്ടായ ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോമോ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ വിറ്റ്മ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വിറ്റ്മ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വിറ്റ്മ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ വിറ്റ്മ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു മീഡിയ ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. സോ ഈ ഒരു മീഡിയയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ മീഡിയയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ മീഡിയാസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മീഡിയ കുറച്ചൊന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്യാം. സോ എന്നിട്ട് ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാനോടത്ത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ മ്യൂസിക് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് വലിച്ച് നീട്ടാം. ഒരു 15 സെക്കൻഡ് ആക്കി കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഒരു സോങ് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ബീറ്റൊക്കെ സെറ്റാക്കി വെക്കാം. ബീറ്റൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ ഫസ്റ്റിലേക്ക് വന്നിട്ട് സെക്കൻഡ് കട്ട്സ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ റിപ്ലേസ് എന്ന് പറഞ്ഞാണ്. സോ ആ ഒരു റിപ്ലേസ് കൊടുത്തിട്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ട് മീഡിയ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ തന്നെ എല്ലാത്തിലും നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മീഡിയ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതിനെ ടെക്സ്റ്റിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടെക്സ്റ്റ് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റാക്കിയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യാം. സോ ഈ ഒരു ടെക്സ്റ്റുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷൻ വരും. സോ എന്നിട്ട് നമുക്കിവിടെ വേണ്ട ടൈപ്പ് ചെയ്യാം. സോ ഞാനിവിടെ സ്ഥലപ്പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സ്ഥലപ്പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. സോ മേലിലായിട്ട് നമ്മൾ സ്കൂളിൻ്റെ നെയിം. സോ ഞാനിവിടെ പെരിഞ്ഞെന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലിലായിട്ട് RMVHS എന്നും ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റിൽ പോയിട്ട് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നമുക്കതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷൻ വരും. സോ മൺഡേ എന്നുള്ളത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരടിക്കാം. സോ ഇവിടെ ഞങ്ങളിവിടെ +2 എന്ന് അടിക്കുന്നുണ്ട്. സോ +2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് അടിയിലായിട്ട് നമുക്ക് കൊമേഴ്സ് പ്രസൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണേ. സോ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ ഞാനിവിടെ മലയാളത്തിൽ ഓണം എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് ആ യെല്ലോ ടെക്സ്റ്റ് ഉള്ളോടത്ത് ക്ലിക്ക് ചെയ്യാം, ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഓണെന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഓണെന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ഫോൺസും കാര്യങ്ങളൊക്കെ അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേഞ്ചൊക്കെ ആക്കി കൊടുക്കാം. സോ ഞാൻ ഇവിടെ കളറൊന്നും ചേഞ്ച് ചെയ്യില്ല, ജസ്റ്റ് ഷാഡോ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അടിയിൽ നത്തിങ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലിബ്രേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെലിബ്രേഷൻ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഇനി നെക്സ്റ്റ് കട്ടിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് വ്ളോഗ് എന്ന് പറഞ്ഞെടുക്കാം. സോ ഇവിടെ നമുക്ക് ഡേറ്റ് ആഡ് ചെയ്യാനാണ് വേണ്ടത്. സോ ഡേറ്റിൻ്റെ ഇവിടെ കുറച്ച് ആനിമേഷൻ കാണും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഇതാണ് ആഡ് ചെയ്യണേ. എന്നിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു മീഡിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഒരു മീഡിയ കൂടെ ആഡ് ആക്കിയിട്ട് ഞാനിവിടെ ഒരു മലയാളം ടെക്സ്റ്റാണ് ഇതിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ ഒരു ടെക്സ്റ്റാണ് ഫസ്റ്റ് ആഡ് ചെയ്ത ഈ ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യണേ. സോ ഇവിടെ ഓപ്പോസിറ്റിനോട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വന്നോണം പൊളിച്ചോണം എന്നുള്ളൊരു ടെക്സ്റ്റാണ്. സോ അത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാണ് രണ്ടും. ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രണ്ടിനും ഇതേപോലെ സെറ്റാക്കി കൊടുക്കുക. സോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്താൽ മതി. സോ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആവാനായിട്ടുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു വാട്ടർമാർക്ക് കളയാനായിട്ട് നേരെ നമുക്ക് ഗാലറിക്ക് ചെല്ലാം. സോ ഗാലറി ചെന്നിട്ട് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് എഡിറ്റിൽ ക്രോപ്പ് കൊടുത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയാം. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.